ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സായു സായ്. അപ്പോൾ നമ്മുടെ ഗീവോനെ കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചു നേച്ചറൊക്കെ കാണിച്ചിട്ട് തന്നെ ഗീവേനെ പറ്റി നമുക്ക് പറയാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ആദ്യം ഗീവയുടെ റൂൾസും കാര്യങ്ങളും എന്നൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. കാരണം നമ്മളിത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഗീവയാണ്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്തിരിക്കണം. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒരു കമൻറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഒരു കമൻറ്റേ ചെയ്യാൻ പാടുള്ളൂ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സംഭവം ഉണ്ടാക്കുമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കുക. എന്നോട് ഇന്ന വീഡിയോ എടുക്കുമോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ജേർണൽ ചെയ്ത ഒരു വീഡിയോ ഉണ്ടാവുമല്ലോ, ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് ഞാൻ ചിലപ്പോൾ ഇടും. അങ്ങനെയാണെങ്കിൽ അതിലായാലും മതി. ഞാൻ ആദ്യം ഈ ഗീവ് ക്യാൻസൽ ചെയ്യുക എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം എനിക്ക് ആകെ 76 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതുമാത്രമല്ല ഈ 76 പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും ഇല്ല. പിന്നെ എനിക്ക് ഫൈനൽ എക്സാമും ആണ് 12 മുതൽ 26 വരെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യാനും പറ്റില്ല. അപ്പോൾ എനിക്ക് ഗീവ് അനൗൺസ്മെൻറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ 76 പേരിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഒരു ആളെ സെലക്ട് ചെയ്യും. റൂൾസൊക്കെ നോക്കി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളെയായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. ഗിഫ്റ്റ് ആ സെലക്ട് ചെയ്ത ആൾക്ക് പറഞ്ഞ വീഡിയോയിൽ കാണിക്കും. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റാ ID ഒന്ന് കമൻറ്റിൽ പറഞ്ഞ് തരണം. കാരണം നിങ്ങളുടെ ഇൻസ്റ്റാ ID നോക്കിയിട്ട് എനിക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ്സൊക്കെ അയച്ചു തരാൻ. എന്നാൽ എനിക്കൊരു കുറച്ചും കൂടി എളുപ്പവഴി അതാണ്, എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തരാനായിട്ട്. നിങ്ങളുടെ ഇൻസ്റ്റാ ഇല്ലാത്തവരാണ് എങ്കിൽ വേറെ വഴി നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ റൂൾസൊക്കെ ചെയ്തവരെ നോക്കിയിട്ടാവും ലോട്ട് ഇട്ടതിന് ശേഷമാവും ഞാൻ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ എല്ലാ റൂൾസും ചെയ്തവരെ ഞാൻ ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം ലോട്ട് ഇട്ടിട്ടായിരിക്കും ഞാൻ ഒരാളെ റാൻഡായിട്ട് സെലക്ട് ചെയ്യുക. നമുക്ക് എന്തായാലും 1K ആവാൻ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്കിപ്പോൾ ആകെ 76 ഉള്ളൂ, 100 പോലും ആയിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഗൈസ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക? എന്തായാലും ഒരുപാട് ദിവസങ്ങളുണ്ടാവും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ കുറേ കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. എക്സാമിന് ശേഷം വെക്കേഷന് ഡെയിലി 2 വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ക്രാഫ്റ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഗീവയുടെ റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗീവയെ പറ്റിയുള്ള എൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞത്. എന്തായാലും ഒരു മാസം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നുണ്ടാവില്ല. കാരണം എനിക്ക് എക്സാമാണ് ഗൈസ്. ഫൈനൽ എക്സാം എന്ന് വെച്ചാൽ നല്ല വലിയ എക്സാമാണെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ നന്നായി എഴുതാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഗീവയെ അടുത്ത മാസമല്ല, ഈ എപ്പോഴാണോ 1K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആവുക അപ്പോൾ ഞാൻ നടത്തുന്നതായിരിക്കും. ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ. കാരണം എനിക്ക് 1K എന്ന് വെച്ചാൽ കുറച്ച് കുറവാണല്ലോ. അതുകൊണ്ട് ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നുള്ളൂ. അയാൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഗിഫ്റ്റ് ഞാൻ ആ സെലക്ട് ചെയ്ത വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഈ അടുത്ത് തന്നെ ആവാനൊന്നും പോണില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ. അപ്പോൾ ബൈ.